രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെയും മെഡിക്കൽ പ്രാക്ടീസിനെയും നിയന്ത്രിക്കുന്ന റെഗുലേറ്ററി സംവിധാനമായ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിന് നൽകിയിരുന്ന MBBS പഠനാനുമതി പിൻവലിച്ചു. കോഴ്സ് നടത്താൻ ആവശ്യമായ നിയമാനുസൃത പരിശോധനകൾക്കു ശേഷം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ NMC നൽകിയ അനുമതിയാണ് 3 മാസം പിന്നിടുമ്പോഴേക്കും പിൻവലിച്ചത്. മെഡിക്കൽ കോളേജിൽ നീറ്റ് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവേശനത്തിനെതിരെ BJP സംഘപരിവാർ പിന്തുണയുള്ള SMVD സംഘർഷ സമിതി നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് NMCയുടെ തിടുക്കപ്പെട്ടിട്ടുള്ള നടപടി. നീറ്റ് റാങ്ക് പട്ടികയിലെ മുൻഗണനാക്രമം അനുസരിച്ച് പ്രവേശനം ലഭിച്ച 50 വിദ്യാർത്ഥികൾ 47 പേർ മുസ്ലിങ്ങളും 2 പേർ സിഖ് മതസ്ഥരുമായിരുന്നു. ഹിന്ദു മതസ്ഥനായ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് പ്രവേശനം ലഭിച്ചിരുന്നത്. തികച്ചും സുതാര്യവും നിയമാനുസൃതവുമായി നടന്ന പ്രവേശനമാണ് ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിച്ചത്. SMVD സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ്. 1999 ജമ്മു കാശ്മീർ നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലയും അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. SMVD സർവകലാശാല പൂർണ്ണമായും ഒരു സാങ്കേതിക റെസിഡൻഷ്യൽ സർവകലാശാലയാണ്. അത് പ്രവർത്തിക്കുന്നത് ജമ്മു കാശ്മീർ സർക്കാരിന്റെ സഹായധനത്താലാണ്. SMVD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിന് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് വരുന്ന തീർത്ഥാടകരിൽ നിന്നും ലഭിക്കുന്ന കാണിക്കയിൽ നിന്നും സംഭാവന ലഭിക്കുന്നുണ്ടെന്ന അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചതിനെതിരെ ബജരംഗ് ദൾ ഉൾപ്പെടെ ഹിന്ദുത്വ സംഘടനകൾ സ്ഥാപനത്തിനെതിരെ പ്രക്ഷോഭ പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. രാജ്യത്തെ മെഡിക്കൽ കോളേജ് പ്രവേശനത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമായി ഹിന്ദു വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകണമെന്നും അല്ലാത്ത പക്ഷം സ്ഥാപനം തന്നെ അടച്ചുപൂട്ടണമെന്നുമുള്ള ആവശ്യമാണ് ഹിന്ദുത്വവാദികൾ ഉന്നയിച്ചു പോന്നിരുന്നത്. അതിന്റെ അനന്തരഫലമാണ് പ്രവർത്തനാനുമതി നിഷേധിച്ചുകൊണ്ടുള്ള NMCയുടെ തീരുമാനം. ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ BJPയുടെ നേതൃത്വത്തിൽ തീവ്ര ഹിന്ദുത്വവാദികൾ അധികാരം കയ്യാളിയതോടെ ശക്തിയാർജിച്ച മതാടിസ്ഥാനത്തിലുള്ള വിവേചനത്തിന്റെയും വിദ്വേഷ രാഷ്ട്രീയത്തിന്റെയും ഏറ്റവും പുതിയ ഉദാഹരണമായി SMVD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിന്റെ അംഗീകാരം പിൻവലിച്ച നടപടിയെ കാണാനാവും. രാജ്യത്തിന്റെ ഭരണഘടനയെയും നിയമവ്യവസ്ഥകളെയും മറികടന്ന് ആൾക്കൂട്ട നീതി നടപ്പാക്കുന്ന ഒരു സമൂഹമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാംസാഹാര രീതി പിന്തുടരുന്ന മതന്യൂനപക്ഷങ്ങൾ, ദളിതർ, ആദിവാസികൾ എന്നിവർക്കു നേരെ ആൾക്കൂട്ട അതിക്രമങ്ങൾ രാജ്യത്ത് നിത്യസംഭവമായിരിക്കുന്നു. വികസനത്തിന്റെ പേരിലും കുറ്റകൃത്യങ്ങൾ ആരോപിച്ചും മതന്യൂനപക്ഷങ്ങളുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും ചെറ്റക്കുടിലുകളടക്കം വസതികളും വസ്തുവകകളും ബുൾഡോസർ രാജിന് ഇരയാക്കുന്നത് സുപ്രീം കോടതി ഉത്തരവുകൾക്ക് പോലും പുല്ലുവില കൽപ്പിക്കാതെയാണ്. 16 ലക്ഷത്തോളം ജനങ്ങൾ ഇത്തരത്തിൽ ബുൾഡോസർ രാജിന്റെ ഇരകളായി മാറിയിട്ടുണ്ടെന്ന് സ്വതന്ത്ര പഠനങ്ങൾ വിലയിരുത്തുന്നു. തന്റെ മതപരമായ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായി ഹിജാബ് ധരിച്ച് നിയമന ഉത്തരവ് സ്വീകരിക്കാനെത്തിയ ഒരു യുവ ഡോക്ടറോട് ബീഹാർ മുഖ്യമന്ത്രി കാട്ടിയ അതിക്രമം ഏതൊരു പരിഷ്കൃത സമൂഹത്തെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. മതനിരപേക്ഷമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന രാജ്യത്ത് മതത്തെക്കാൾ ഉപരി മതവിദ്വേഷം അധികാരം കൈയാളാനും അത് നിലനിർത്താനുമുള്ള മാർഗവും ആയുധവുമായി മാറിയിരിക്കുന്നു. ഭരണഘടനയുടെയും ഭരണഘടനാ ശില്പികളുടെയും പേരിൽ നാഴികയ്ക്ക് 40 വട്ടം ആണയിടുന്നവർ ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ അധികാരവും ഉപയോഗിച്ച് ഭരണഘടനാ തത്വങ്ങളെയും മൂല്യങ്ങളെയും അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പാർത്തൈഡ് അഥവാ വർണ്ണവിവേചനം എന്നത് ചരിത്രപരമായി ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വെള്ളക്കാരുടെ ന്യൂനപക്ഷ ഭരണകൂടം നടപ്പാക്കിയ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തെയും അടിച്ചമർത്തലിനെയുമാണ് നിർവചിക്കുന്നത്. ഇന്ന് ലോകമെങ്ങും വർണ്ണത്തിന്റെയും വംശത്തിന്റെയും ഭാഷയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയോ മറ്റും പേരിൽ നിലനിൽക്കുന്ന എല്ലാത്തരം വിവേചനങ്ങളെയും അടിച്ചമർത്തലുകളെയും നിർവചിക്കാൻ സാർവത്രികമായും രാഷ്ട്രീയമായും ആ പദം ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യൻ ഭരണഘടന മേൽപ്പറഞ്ഞ എല്ലാ തരത്തിലുള്ള വിവേചനത്തെയും അടിച്ചമർത്തലുകളെയും നിരാകരിക്കുന്നു. പക്ഷേ തീവ്ര ഹിന്ദുത്വ ആശയങ്ങളാൽ നയിക്കപ്പെടുന്ന BJP ഭരണത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്നതും നിയമവാഴ്ചയ്ക്കുമേൽ അഴിഞ്ഞാടുന്നതും അപ്രഖ്യാപിത അപ്പാർത്തൈഡാണ്. ആ വിവേചന നയം ഭരണകൂട ഒത്താശയോടെ രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും മതവിദ്വേഷം ആവേശിച്ച ആൾക്കൂട്ടങ്ങളാണ്. ഇന്ത്യ ഒരു ഭരണഘടനാധിഷ്ഠിത നിയമവിധേയ സമൂഹത്തിൽ നിന്നും ആൾക്കൂട്ട നീതിയുടെ പ്രാകൃതത്തിലേക്ക് കൂപ്പുകുത്തുന്ന ദുരവസ്ഥയാണ് ജമ്മു കാശ്മീരിൽ നിന്നുമുള്ള വാർത്ത നൽകുന്നത്.